എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ടാർ റോഡ് നിങ്ങൾക്ക് കാണാം. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള 3 വില്ലകളാണ് നമുക്ക് ഇവിടെ സെയിലിനായിട്ടുള്ളത്. അതിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വില്ലയാണെന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾ ഇതിന്റെ എലിവേഷൻ ഓൾറെഡി കണ്ടതാണ്. ഒന്നുകൂടെ കാണുമ്പോഴേക്കും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ പറയാം. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 15 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വെറും 17 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല സ്കൂളുകൾ ഒരുപാടുണ്ട്. ചാർട്ടർ സ്കൂളിലേക്കും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്കൊക്കെ നമുക്ക് വെറും 2.7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നല്ല ലാൻഡ് അളവിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. ടാർ റോഡ് ഫേസിംഗ് ആയിട്ടാണ് വില്ലകൾ നിൽക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നമുക്ക് ജസ്റ്റ് ഇന്റർലോക്കിംഗ് ടൈൽ വിരിക്കാനുള്ള വഴി, ആ ഒരു വർക്കുകൾ മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മതിൽ വൈറ്റ് കളർ പെയിന്റ് ആണ്. അതിനിടയിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. അതുകൂടാതെ GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. അതും കൂടാതെ നമുക്ക് അതിനിടയ്ക്കുള്ള ഭാഗത്തൊക്കെ ചെറിയൊരു ബാസ്ക്കറ്റുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ നമുക്കിനി പെബിൾസ് ഫില്ല് ചെയ്യുന്ന വർക്കും കൂടെയാണ് പെയിന്റിംഗ് ഉള്ളത്. മതിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റ് ഉണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള 2 ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വിശാലമായി നീണ്ടു പരന്നാണ് വീടിന്റെ ആ ഒരു ഷേപ്പ് തന്നെ ഇരിക്കുന്നത്. ഏറ്റവും എൻഡിലെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ചെറിയൊരു A ഷേപ്പ് കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെയൊക്കെ ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും നല്ല ഭംഗിയുള്ള GA പൈപ്പിന്റെ വർക്കുകളും ഡിസൈനുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് വീടിന് വരുന്നത്. സൈഡിലൊക്കെ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. നിറയെ സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിന്റെ അണ്ടറിലേക്കാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഫ്ലോർ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാസിന്റെ വർക്കുകളും കൂടെ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. 2 സൈഡിൽ പില്ലർ വരുന്നുണ്ട്. നല്ല ഗ്രേ ഷെയ്ഡിൽ ഭംഗിയുള്ള ഡിസൈനിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലുള്ള പില്ലർ നോക്കിയാൽ കാണാം, ഡബിൾ പില്ലർ കൊടുത്തിട്ട് അതിന്റെ മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് GA പൈപ്പിന്റെ ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം. 2ഉം 3ഉം കാറുകൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് വേറെ ഒരു വലിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ടോട്ടൽ നമ്മുടെ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2ഉം 3ഉം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം മതിലിൽ നല്ല ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. പെബിൾസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ മതിലിന്റെ എൻഡിൽ വന്നിട്ട് സ്പോട്ട് ലൈറ്റ് ഉണ്ട്. അതിന് താഴെ ഇപ്പോൾ നമുക്ക് ആ ഒരു സിമെന്റിന്റെ ആ ഒരു ചാക്കുകളൊക്കെയാണ് ഇരിക്കുന്നത്. അതൊക്കെ റിമൂവ് ചെയ്യാനുണ്ട്. ആ ഭാഗത്തൊക്കെ നമുക്ക് ചെടികൾ നടാനുള്ള നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നോക്കിയാൽ കാണാം മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്മളൊരു ഫോൾഡ് ചെയ്യുന്ന ഗേറ്റ് ഉണ്ട്. അതിന്റെ തൊട്ട് ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടൊരു പ്ലാന്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ പെബിൾസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. കിണറിന്റെ സ്ഥാനം നോക്കിയാൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയൊക്കെ ചെങ്കല്ലാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് നമുക്ക് ഡ്രിങ്കിങ്ങിനായിട്ട് കിട്ടുന്നത്. മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് KW വാട്ടറിന്റെ കൂടി കണക്ഷൻ എടുക്കാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് വരുന്നത് വർക്ക് ഏരിയയുടെ ഡോറാണ്. അത് നമുക്ക് നേരെ കിച്ചണിൽ നിന്ന് വരുന്ന സമയത്ത് കാണാം.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 4 5 ചെയറുകൾക്ക് പ്ലേസ് ചെയ്യാനുള്ള അത്രയും സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് LED ബൾബുകളും ഞാൻ നിൽക്കുന്ന ഏരിയയിൽ ചെറിയ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലി, മഹാഗണി ഇങ്ങനെയുള്ള തടികളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് നോർത്ത് ഭാഗത്തേക്കാണ്, വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലോർ നോക്കാം. നല്ല ഭംഗിയായിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് 4 വിൻഡോസ് കാണാം. ചെറുതും വലുതും ഒക്കെ ആയിട്ട് നല്ല ഡിസൈനിലാണ് വിൻഡോകൾ കൊടുത്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഈ ഭാഗത്ത് നോക്കിയാലും വിൻഡോസ് കാണാം. സെയിം ഡിസൈനിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. DB മീറ്റർ ഇവിടെയായിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ്, കേബിൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഗ്രാൻഡിലും ലൂക്കറിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് വരുന്നത്. TV വെക്കാനുള്ള മെയിൻ ബോർഡ് വന്നിട്ട് ഗ്രേ ആണ് വരുന്നത്. ബാക്ക് സൈഡിലൊക്കെ PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്ന രീതിയിലാണ് കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം, ആ ഒരു ചുറ്റും സറൗണ്ടിങ് വരുന്ന പോർഷൻസിലൊക്കെ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഇട്ടിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പാനലിംഗ് വർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഷോ ലൈറ്റുകളൊക്കെ ചുറ്റിനും കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ലിവിംഗ് സ്പേസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസ് നോക്കിക്കോളൂ. ഭംഗിയായിട്ട് തന്നെയാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്കുള്ള എൻട്രൻസിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് കാണാം. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഭംഗിയായ ഡിസൈനിലാണ് ഹാൻഡ് റൈൽസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റൈൽസ്, അകത്തൊക്കെ നല്ല രീതിയിൽ അയൺ ബാറുകൾ കൊടുത്തിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ നേരെ താഴെ വരുന്ന ഭാഗം നോക്കിയാലും അത് മൾട്ടിവുഡ് കൊണ്ടെല്ലാം കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് അതിന് ഡോറ് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഒരു പോർഷൻ വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ നോക്കുമ്പോൾ ഭംഗിയുള്ളൊരു ഷാൻലിയർ ആണ് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റിലും നോക്കിയാൽ കാണാം പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ടോപ്പ് എൻഡ് ഏരിയ സൂക്ഷിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ ബാക്കി കുറച്ച് ഏരിയ നമുക്ക് കവർ ചെയ്തത് വരുന്നുണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഒരു സ്റ്റെപ്പിന് താഴെയുള്ള ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ നമുക്ക് 3 വിൻഡോസ് ഫ്രഞ്ച് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നമുക്കിനി വാഷ് ഏരിയ ആണ് കാണാനുള്ളത്. വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ PVC പാനലിംഗ് ആണ്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ ഭംഗിയായിട്ടാണ് ആ ഒരു വർക്കുകൾ, ലൈറ്റിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അടുത്തടുത്തായിട്ടാണ്. ഒന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറുകളെല്ലാം സെയിം പാറ്റേണിലാണ്, ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈസ് നോക്കുവാണെങ്കിൽ 14.5 10.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 സിംഗിൾ വിൻഡോസും ഈ ഭാഗത്ത് വലിയ 3 വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോകളും തന്നെ ഇതുപോലെ പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ വുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബേജ് ഷെയ്ഡിലാണ് അത് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഷോ ലൈറ്റ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ പാനലിംഗ് വർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സുമാണ് റൂഫിൽ വരുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴെ ഒരു ഡ്രോ കൂടി കിട്ടുന്നുണ്ട്. നേരെ നോക്കുമ്പോൾ കാണുന്നത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. വലിയൊരു ഡോർ തന്നെയാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ജെറയുടെ തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ടൈലുകൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മളിനി രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14.10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നേരത്തെ കണ്ട സെയിം ആ ഒരു ബീച്ച് ഷെയ്ഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. അതുകൂടാതെ പാനലിംഗ് വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു കോർണർ പോർഷൻ വരുന്നത് നല്ല ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴെ ഒരു ചെറിയ കബോർഡ് വരുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ഒരു സിക്സാക് ഷേപ്പിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഫ്ലവേഴ്സ്, ഡോൾസ് ഒക്കെ വയ്ക്കാനായിട്ട് ഈ ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്, ഒരു സിംഗിൾ വിൻഡോ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മിഡിലായിട്ട് നമുക്ക് മിറർ ഉണ്ട്. ഷെൽഫും താഴെയൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. കളർ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെറയുടെ തന്നെയാണ് ഫിറ്റിംഗ്സ്. നല്ല ഭംഗിയായ ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യം കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസ് വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ്. രണ്ട് ഡോറുകൾ വെച്ചിട്ട് നമുക്ക് ക്രോക്കറി ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് വുഡൻ ഷെൽഫ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഭംഗിയുള്ള സാധനങ്ങളൊക്കെ, ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചന്റെ മെയിൻ എൻട്രൻസ് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ നമുക്കൊരു ഷോ ലൈറ്റ് ഉണ്ട്. അതുകൂടാതെ ഈ കാണുന്ന ഓപ്പൺ എൻട്രൻസിൽ നമുക്ക് ഭംഗിയായൊരു ഹാങ്ങിങ് ലൈറ്റുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ടൈലുകൾ വരുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ്. നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിൽ മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ആയിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് വിൻഡോസ് വരുന്നത് ആ ഭാഗത്ത് 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചന്റെ ഒരു വലുപ്പത്തിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ ഒരു ചെറിയ വർക്ക് ഉണ്ട്. അതിന് ചുറ്റിനുമൊക്കെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. കിച്ചൺ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ വർക്ക് ഏരിയയ്ക്ക് ആയിട്ട് കിട്ടുന്നത്. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം സ്ലാബുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഗ്രാനൈറ്റ് തന്നെയാണ്. താഴെയുള്ള ഭാഗങ്ങൾ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് മുകളിലേക്കൊക്കെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാതെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടും നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഈ ഭാഗം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ല. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ചിപ്പുകളാണ് ഈ ഭാഗത്തൊക്കെ വിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. കടന്നു വന്ന വഴിയിൽ നോക്കിയാൽ കാണാം വലിയ 3 വിൻഡോസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുകൂടാതെ സ്റ്റെപ്പിന്റെ ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് ഒരു ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ വെച്ചിരിക്കുന്ന ഷാൻലിയർ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലേക്കും നല്ല സ്പേഷ്യസ് ആയിട്ട് ഏരിയ കിടക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ സ്റ്റെപ്പ് കയറിയിട്ടുള്ള റൈറ്റ് സൈഡ് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു എൻട്രൻസ് നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ ചെയ്തിട്ട് അതിനകത്തേക്ക് ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 2 ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഗസ്റ്റ് ലിവിംഗ് സ്പേസും കിട്ടുന്നുണ്ട്, ഫാമിലി ലിവിംഗ് സ്പേസും കിട്ടുന്നുണ്ട്. നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഗസ്റ്റ് ഇരിക്കാനും ഫാമിലി മെമ്പേഴ്സ് ഇരിക്കാനൊക്കെ ആയിട്ട് 2 ഏരിയയാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിംഗ് ഏരിയ ആണ്. അപ്പർ പോർഷനിലാണ് ഇത് വരുന്നത്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഹാളിന്റെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ രീതിയിലുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള് തന്നെയാണ് ഫാമിലി ലിവിംഗിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ചെറിയൊരു പാസേജ് പോലെ ഒരു ഭാഗം കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ ലൈൻ പോകാനും പൈപ്പ് കണക്ഷനും ഒക്കെ ആയിട്ട് ഈ ഭാഗത്ത് ചെറിയ അറേഞ്ച്മെന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ നേരെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസിന്റെ പോർഷനൊക്കെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഫാമിലി ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് വിൻഡോസ് കൂടാതെ ഇവിടെ ഡോറ് കൂടി വരുന്നുണ്ട്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള ബാൽക്കണി സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീടിന്റെ ഫ്രണ്ടിലുള്ള ടാർ റോഡ് വിസിബിൾ ആയ രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നേരെ മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിറയെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നേരെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഫാമിലി ലിവിംഗ് ആണ് നമ്മൾ കണ്ടത്.
താഴെ 2 ബെഡ്റൂമുകൾ കണ്ടിട്ടുണ്ട്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ടോട്ടൽ നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് വന്നിട്ട് 14-10 ഫീറ്റ് വരുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗത്തായിട്ട് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെയായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് വാർഡ്രോബുകൾക്ക് വരുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിലൊക്കെ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ പാനലിംഗ് ലൈറ്റ് വർക്കുകൾ കൊടുത്തിട്ട് ചുറ്റിനും ചെറിയ LED സ്ട്രിപ്പുകളും വളരെ കുറച്ച് വർക്കുകളാണ്, പക്ഷെ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ മാത്രമുള്ള ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ട 3 ബാത്റൂമുകളും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമ്മൾ കണ്ട ബാക്കി എല്ലാ ബെഡ്റൂമുകളെയും പോലെ തന്നെ ഈ ബെഡ്റൂമും വളരെ നല്ല സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 14-10 ഫീറ്റിലാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്തായിട്ടാണ്. നേരത്തെ കണ്ട സെയിം ഗ്രേ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. അതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ വളരെ ഭംഗിയായിട്ടൊരു ഗ്ലോസി കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ ഷെയ്ഡിൽ നല്ല ഡിസൈൻ വരുന്ന രീതിയിലാണ്. ബാത്റൂമുകളൊക്കെ ഒരുപടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് വെള്ളം തെറിച്ച് പുറത്തേക്ക് വരാത്ത രീതിയിലാണ്. ഈ ഒരു ടൈലൊക്കെ നല്ലൊരു വൈബ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. എല്ലാ ബാത്റൂമുകളും നല്ല സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കുറച്ചു മുമ്പ് നമ്മൾ കണ്ടത് അപ്പർ പോർഷനിൽ വന്നിട്ട് നമ്മൾ ഫാമിലി ലിവിംഗ് ആണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്പർ പോർഷനിലുള്ള ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആണ്. 2 ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഗസ്റ്റിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. TV ഒക്കെ വെക്കാനായിട്ട് ഈ ഭാഗത്തായിട്ട് മൾട്ടിവുഡിൽ നല്ലൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. താഴെയെല്ലാം നിറയെ കബോർഡുകളുണ്ട്. മുകളിൽ ഓപ്പൺ ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് പോർഷനിൽ നോക്കിയാൽ കാണാം, അവിടെയും പാനലിംഗ് വർക്കുകളും LED ബൾബുകളും ഒക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് 4 വിൻഡോസും തൊട്ട് സൈഡിൽ ഈ ഒരു പോർഷനിൽ വന്നിട്ട് ബാക്കിയുള്ള 4 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ബാൽക്കണി കൂടിയാണ് ഫൈനലി കാണാനുള്ളത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ നമ്മൾ നേരെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. നല്ല വലിയൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. വോളിലൊക്കെ നല്ല ഡിസൈൻ വരുന്നുണ്ട്. ടോപ്പ് ഭാഗത്ത് നോക്കുവാണെങ്കിൽ PVC-യുടെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭംഗിയുള്ള വീട് നിങ്ങളിന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. 3ഓളം വില്ലകൾ സെയിലിനുണ്ട്. പല ബഡ്ജറ്റിലായിട്ടാണ് വില്ലകൾ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വില്ലയാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നമുക്കിത് ചെയ്തിരിക്കുന്നത് 4.5 സെന്റ് ലാൻഡിലാണ്. 2200 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പൈപ്പ് കണക്ഷൻ എടുക്കാൻ ഈസിയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിനടുത്താണ്. എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്തിപ്പെടാം. 4.5 സെന്റ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് പണിതിരിക്കുന്നത്. ഓണർ ചോദിക്കുന്ന പ്രൈസ് 93 ലക്ഷം രൂപയാണ്. 93 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ മാക്സിമം ലോൺ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് എടുത്തു തരാനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് കോൾ ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളൊക്കെ സ്വന്തമാക്കാനായിട്ട് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇനിയും ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.